യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും ഞങ്ങൾ സുഖം തന്നെ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒരു കോളിഫ്ലവർ കൂട്ടാൻ വെക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെ നമ്മളിപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു ചൂടാവാൻ. കുക്കറിൽ എണ്ണ ഒഴിച്ചു ചൂടാവാണ്ടിരിക്കുകയാണ്. അതിലോട്ട് കടുക് ഇടുന്നു. കടുക് പടപടയെന്ന് പൊട്ടണം. ഇതാണ് കോളിഫ്ലവർ അരിഞ്ഞു വെച്ചിരിക്കുന്ന, സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യണം. അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് ജീരകം, പെരിഞ്ജീരകം ഇടുവാണ് ഗൈസ്. പെരിഞ്ജീരകം, വലിയ ജീരകം, അങ്ങനെ 5-6 ഇടുന്നു, ഒരു നുള്ളു. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് ഇടുക. ഇളക്കുന്നു. സവാള ഇടുന്നു. സവാള ഇട്ടു. ചെറുതായിട്ട് അരിഞ്ഞത് ഇത് വരട്ടുക. എൻ്റെ ആവി പറക്കുന്ന കാണാനല്ല, ഇല്ല. പിന്നെ കരിയാപ്പില ഒരു 2-3 അങ്ങനെ. നല്ല ഉപ്പിടുന്നു, പൊടിയുപ്പ്. ഇട്ടു ഇങ്ങനെ വരട്ടിയെടുക്കുന്നു. ഉപ്പിടുമ്പോൾ ഓട്ടോമാറ്റിക്കാ ഉള്ളി വാടി കിട്ടും കേട്ടോ. അതിലൂടെ ശകലം മഞ്ഞപ്പൊടി ഇടുക. അതിലൂടെ മല്ലിപ്പൊടി, ഇട്ടു. അതിൻ്റെ കൂടെ കാശ്മീർ ചില്ലി പൗഡർ എന്നിട്ട് ഇളക്കണം. ടൊമാറ്റോ അരിയാണ്. ടൊമാറ്റോ അരിയുന്നു. എത്ര ടൊമാറ്റോ എന്ന് വെച്ചാൽ 3 ടൊമാറ്റോ, മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞു. ഇപ്പം നമ്മൾ ഇട്ട മസാല എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക.
കണ്ടോ, കളറേ മാറി, വേറെ ലെവൽ. ഇപ്പൊ തക്കാളി ഇട്ടു, എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. വെള്ളം ആഡ് ചെയ്ത് ഇളക്കുക. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തു. ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് ഗൈസ്, കൂട്ടുകാരെ. ബാംഗ്ലൂരിലൊക്കെ ഗ്യാസിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40-45 ദിവസങ്ങൾ കഴിഞ്ഞ് വരുമെന്നാണ് പറയും. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് ബുക്ക് ചെയ്തു. ഗ്യാസിനൊക്കെ ഡിമാൻഡാണ് ഇവിടെ. പെട്രോളിന് വില കയറി 5 രൂപ 39 പൈസ ആയി ഒരു ലിറ്ററിന്. എവിടെ പോയി അവസാനിക്കുന്നു? ഇത് മട്ടൻ മസാലപ്പൊടി ശകലം ഇടുക. മട്ടൻ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. മട്ടൻ മസാല ഇട്ടു, ഇപ്പോഴേ മണം അടിക്കുന്നു. അടുത്ത് നമ്മുടെ കോളിഫ്ലവർ കുട്ടപ്പനെ പറക്കി അതിൽ ഇടാൻ പോവാം. ഇതാണ് കോളിഫ്ലവർ അരിഞ്ഞത്. അല്ല സോറി, ഇത് ഉരുളക്കിഴങ്ങ്. കോളിഫ്ലവർ അത് ഉരുളക്കിഴങ്ങാണ്. എന്നിട്ട് അടുത്ത കോളിഫ്ലവർ രണ്ടും കൂടെ ഒരേ ഇതിലങ്ങിട്ട് ഇളക്കാൻ പോവാം മസാല. അപ്പം ഏകദേശം വാരി തീരാറായി. ഇത് ചപ്പാത്തിയുടെയും ചോറിലൂടെ എല്ലാം കഴിക്കാം. ഈ കറി നല്ലതായിരിക്കും. കളർ കണ്ടോ, യെല്ലോയിഷ് റെഡിഷ് കളറായി. ഇനി അത് വേകണം. വെള്ളം ആഡ് ചെയ്തു. അത് വേഗം പട്ടാണി. അപ്പൊ നമ്മളിത് ഗ്രീൻ പട്ടാണി, ഗ്രീൻ പട്ടാണി അങ്ങനെ പട്ടാണി, പച്ചപ്പട്ടാണിയാണ് അത്, ഉണങ്ങിയതല്ല. പച്ചപ്പട്ടാണി നമ്മൾ അതിന്റെ തോലൊക്കെ എടുത്തിട്ട് വെച്ചിരുന്ന് ഇപ്പൊ ഇടുക. നല്ല ടേസ്റ്റ് കിട്ടും. പട്ടാണി കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു ഇളക്കുക. അപ്പൊ ഇനി വേകണം. അടയ്ക്കുക. അടയിട്ട് ഇതുവരെ നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ. എന്തോന്നറിയാം അബദ്ധം. കറണ്ട് വോൾട്ടേജ് കമ്മിയായിപ്പോയി പെട്ടെന്ന്. ഇൻവെർട്ടർ ഉണ്ട്, എന്നാലും വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് മിക്സി അരയ്ക്കാൻ പറ്റൂല. അപ്പൊ അതിന് എന്താ വെച്ചാൽ തേങ്ങ തിരുകിയിട്ട് അതിന്റെ പാലെടുത്ത് ഒഴിച്ചിട്ട് കറിയില്ല. എന്നാൽ ടേസ്റ്റ് കുഴപ്പമൊന്നും നല്ലതായിരിക്കും. ഉണ്ടോ കറി ഉണ്ട്, അങ്ങനെ ഉണ്ട്. തേങ്ങാപ്പാലാണ് ഒഴിച്ചേക്കുന്നത്. ഉണ്ടോ പട്ടാണിയും ഉരുളക്കിഴങ്ങും
എല്ലാം വെന്ത് ഏകദേശം വെന്ത് വരുന്നു. വെന്തു കുക്കറിൽ വെച്ചോണ്ട് വേഗമായി. അപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ ഞങ്ങള് നല്ല കറിയാണ്, സൂപ്പർ നല്ല കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ. പിന്നെ പയർ തോരൻ ഉച്ചക്കലത്തേക്കുള്ള പരിപാടി. പയർ തോരൻ, ഗ്രീൻ പയർ, ഉച്ചക്കലത്തേക്കുള്ള ചോറിന്റെ കൂട്ടാൻ. ഇത് കോളിഫ്ലവർ കൂട്ടാൻ നല്ലതായിരിക്കും. ഇറച്ചി മസാല അത് ഇതൊക്കെ മട്ടൻ മസാലയൊക്കെ ഇട്ട് അടിച്ച് കലക്കി വെന്തു. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ വെച്ച് വീട്ടിൽ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിനും ചപ്പാത്തിക്ക് ബെസ്റ്റാണ് ഇത്. അങ്ങോട്ട് റോള് വെച്ച് ഇതിൻ്റെ ഇടയ്ക്കോട്ട് വെച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.